ഞങ്ങള് ഈ നുണ കേട്ട് പുള്ള മുഖത്ത് കൺട്രോൾ കൂടി ഞങ്ങൾ ചിരിക്കും. ഈ ചിരിച്ചാലും പുള്ളി ആ നുണ കംപ്ലീറ്റ് ചെയ്യും. വെറൈറ്റി മീഡിയ അതിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അവന്റെ മുഖത്ത് ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ പോസ്റ്ററിൽ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, അത് കേൾക്കുമ്പോ ആദ്യം ആരെയോ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. നുണ എന്താന്ന് പോലെ അറിയാത്ത ഒരാള് ഞാൻ. പലവട്ടം കള്ളം പറഞ്ഞു. ഇവനെ സംബന്ധിച്ച് ഇവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും കള്ളം പറയുന്ന അവന്റെ സ്വന്തം കാര്യം. ഏത് നുണയും വിശ്വസിക്കുന്ന ഒരു പാവം ഞാൻ. ഇവനോടൊന്ന് പറഞ്ഞു കൊടുക്കുക, അത് ആ കാലം സീസൺ കഴിഞ്ഞു. ബേസിൽ ഞാൻ തമ്മിലുള്ള സീസൺ ഓവർ. ഇവനെ കൊണ്ടുള്ള ഇന്റർവ്യൂ കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവനില്ലാത്തതിൽ ഇവൻ തന്നെ വന്ന. ഞാൻ ഒരു അക്ഷരം അവനെ കുറിച്ച് പറയും. വേറെ എവിടെ കാച്ചു തിരിച്ചു. നാളെ ധ്യാൻ ചേട്ടനായിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അവൻ എന്ത് ഇന്റർവ്യൂ? ചേട്ടൻ ഇപ്പൊ 43 years സിനിമ ഇൻഡസ്ട്രിയില്. ഇനി എന്താ നോക്കിട്ട് കയറി 43 വർഷം സിനിമ ഇൻഡസ്ട്രിയില് ഒരുപാട് ആഗ്രഹിച്ചിട്ട് എത്തിയ ഒരു ഫീൽഡാണല്ലോ. ചേട്ടൻ ഇങ്ങനെ റിപ്ലൈ തന്നാലേ ഇവരതെടുത്ത് ട്രോളാക്കിട്ട് തന്നെ. മസ്താനിക്ക് ആളെത്ര പരിചയമില്ല. പരിചയമില്ലാന്ന് 10 തലയാ. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റുകൾ നുണക്കുഴി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ഗ്രേസ് ആന്റണി, സിദ്ദിഖിക്ക, മനോജ് ചേട്ടൻ, ബേസിൽ ചേട്ടൻ. നമസ്കാരം. നമസ്കാരം. ഞാൻ ആക്ച്വലി ഫുൾ പഠിച്ചിട്ടാ വന്നേക്കുന്നത്. കഴിഞ്ഞ വട്ടത്തെ പോലെ ഏറി പോവാൻ ഞാൻ ഈ കാശിയും വാരാണസിയും ഒക്കെ എവിടെയായിട്ട് വരും. രണ്ടും ഒരു സ്ഥലമല്ലേ ഞാൻ പഠിച്ചു. പക്ഷെ അത് പല ആൾക്കാർക്കും അറിയില്ലായിരുന്നു. അത് എനിക്കും അറിയില്ലായിരുന്നു. പഠിച്ചിട്ട് വന്നതാണോ ഇങ്ങനെ പറഞ്ഞത്? ശരി. അതല്ല, ചേട്ടനുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ ഞാൻ അത്യാവശ്യം എല്ലാം നോക്കി. ശരി, നുണക്കുഴി നമ്മൾ നേരത്തെ ജീത്തു സാറിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞായിരുന്നു. അപ്പം നുണകൾ കൊണ്ട് കുഴിയിൽ വീഴുന്ന കുറച്ച് ആൾക്കാരുടെ കഥയാന്ന് പറഞ്ഞു. അപ്പം റൈറ്റർ സാറിൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് ബേസിൽ ചേട്ടനെ ഇതിലേക്ക് എഴുതിയത്. അപ്പോൾ ആൾ പറഞ്ഞു എഴുതുമ്പോൾ കുറേ ആൾക്കാരുടെ ഫേസ് ഉണ്ടായിരുന്നു, പക്ഷെ എഴുതി വന്നപ്പോൾ ബേസിൽ തന്നെ ഇത് ചെയ്യണം എന്ന് തോന്നി. കാരണം ഇന്ന് അങ്ങനത്തെ ഒരു കളത്തരവും ഉടായ്പും ഒക്കെ ഉള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ ബേസിൽ ചേട്ടനെ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു റൈറ്റർ. ചേട്ടന് ആ കഥ കേട്ടപ്പോൾ എന്ത് തോന്നി? അതൊക്കെ അവര് നുണ പറഞ്ഞാട്ടോ. അവര് നുണ പറഞ്ഞത് അതൊക്കെ. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് നുണക്കുഴി എന്നുള്ള പേര്. ഇത് നമ്മളോടൊക്കെ ഇത് തന്നെ പറഞ്ഞത്. എഴുതുമ്പോ നിങ്ങളൊന്നും മനസ്സിലായില്ല, പക്ഷെ എഴുതി കഴിഞ്ഞപ്പോ മനോജ് കെ ജയൻ തന്നെ വേണമെന്ന് തോന്നി, സിദ്ദിഖ് തന്നെ. അങ്ങനെ നമ്മളോടൊക്കെ എല്ലാവരോടും അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയ നുണ. അതാണ് ഏറ്റവും വലിയ നുണ. അടുത്ത ചോദ്യം. നെക്സ്റ്റ് ഇങ്ങനെ ഇരിക്കില്ലേ നമ്മള് ഫ്രീ ആയിട്ട്? ഞാൻ ഫ്രീയാ. ബേസിൽ ചേട്ടൻ ഇരിക്കണതിന്റെ ഒരു ടെൻഷനാണ്. ഓക്കെ, ഫസ്റ്റ് ഗ്രേസ് കഴിഞ്ഞ ഇന്റർവ്യൂ കണ്ട സമയത്ത് എന്നോട് കുറെ പേര് ചോദിച്ചു, ഉമ്മിയൊക്കെ ചോദിച്ചു ഗ്രേസ് ആന്റണിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം അങ്ങനെ ചോദിച്ചാര്. അപ്പം നാഗേന്ദ്രൻ സണിമുൻ കണ്ടു. ഫസ്റ്റ് ഓഫ് ഓൾ അടിപൊളി ക്യാരക്ടർ ആയിരുന്നു. കുറെ ആൾക്കാർ റീലും ചെയ്യണുണ്ട്, ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അല്ല, എനിക്ക് തന്നെ പറയാൻ പറ്റില്ലല്ലോ എന്റെ ഇത് അടിപൊളിയാ സൂപ്പറാന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റില്ലല്ലോ. എന്നാലും വേറെ ലെവലായിപ്പോയി ലില്ലിക്കുട്ടി. താങ്ക് യു. ഓക്കെ, അപ്പം എങ്ങനെയാണ് നുണക്കുഴിയുടെ വിശേഷങ്ങൾ? നിങ്ങൾ എന്തെങ്കിലും ടീച്ചർ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ? നുണക്കുഴി ഈ പറയുന്ന പോലെ ഒരു നുണകൾ, ഇപ്പോൾ അവരൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു നുണകൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ക്യാരക്ടർ മാത്രമല്ല, ഇപ്പോൾ സിദ്ദിഖിക്കയുടെ ക്യാരക്ടറാണെങ്കിലും മനോജ് ചേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും ഗ്രേസിൻ്റെ ക്യാരക്ടറാണെങ്കിലും അതുപോലെ അജു ചേട്ടൻ, സൈജു ചേട്ടൻ, ബിനു ചേട്ടൻ, ബൈജു ചേട്ടൻ, അങ്ങനെ എല്ലാവരും ഇതിനകത്ത് കള്ളത്തരമാണ്. എല്ലാവർക്കും ഈ പറയുന്ന എന്തെങ്കിലുമൊക്കെ സീക്രട്ടുകളുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് അതിൻ്റെ കൺഫ്യൂഷൻ കൂടുതൽ കെയോസിലേക്ക് പോകുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടാകുന്ന ഓട്ടവും ചാട്ടവും ബഹളവും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്.
അപ്പോൾ നമുക്ക് വേണമെങ്കിലും ഈ പറയുന്ന ഒരു പ്രോസസ്സ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ ഇവരെ പോലുള്ള ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ കോമഡി ചെയ്യുന്നതൊക്കെ നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഈ പറയുന്ന ആ ടൈപ്പ് ഓഫ് ഹ്യൂമർ വീണ്ടും ചെയ്യുന്നതിൻ്റെയൊക്കെ ദേഹമൊക്കെ അനങ്ങിയിട്ടുള്ള ഹ്യൂമറൊക്കെ ഉണ്ടല്ലോ. അയ്യോ അതൊക്കെ കാണും. പെട്ടെന്ന് പണ്ട് എവിടെയോ ഹരിഹർ നഗറൊക്കെ ഓർമ്മ വരും പെട്ടെന്ന്. അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു നമുക്കും. ഈ പറയുന്ന അവരുടെ കൂടെ നിന്നിട്ട് ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്കത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ പ്രോസസ്സ്. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അത് ഇങ്ങനെ ഒരു കൊളാബറേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞും ഫീഡ്ബാക്ക് കൊടുത്തു അങ്ങനെയൊക്കെയാണല്ലോ ഇങ്ങനെ ഒരു കോമഡി സിനിമ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ ജിത്തു ചേട്ടൻ അതിനുള്ളൊരു സ്പേസ് തന്നിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട്, കറക്റ്റായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളവും തല്ലും കൺഫ്യൂഷൻ അങ്ങോട്ട് ചീത്ത വിളിക്കുന്നു ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നു, ഇവൻ കള്ളത്തരം കാണിക്കുന്നു അവൻ കള്ളത്തരം, അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭയങ്കര ഫണ്ണുണ്ടായിരുന്നു. നമ്മൾ വലിയ സെറ്റപ്പിലോ വലിയ സെറ്റിങ്ങിലോ വലിയ ഭയങ്കരമായിട്ടുള്ളൊരു സ്കെയിലിലോ ചെയ്തേക്കുന്ന ഒരു സിനിമയല്ല. പക്ഷേ ആ സ്പേസിൽ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു മൊത്തത്തിൽ. അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അത് വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ജയ ഹേല് ആ ചവിട്ട് കൊണ്ട് വീണിട്ട് ആ മേശം തട്ടി പൊളിച്ചിട്ട് അക്യൂറിയത്തിന്റെ താഴെ പോയിരുന്നു. അത്രയും ബോഡി ആണെങ്കിൽ ഹ്യൂമർ ഒന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ല. അത് റോപ്പിട്ട് ബോഡി അനക്കിയതാ കൊണ്ടുപോയി. അത്രയും അനങ്ങിയ ഹ്യൂമർ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ മാക്സിമം ഒരു ഫിലോമിനെ ചിത്ര വാക്കത്തേക്ക് വെട്ടുകൊള്ളല്ലോ. ഇനി വെട്ടുകൊള്ളൽ ഓർമ്മയുണ്ടോ? ഞാനത് സെറ്റിലെത്തി ചോദിച്ചായിരുന്നു ശരിക്കും ചാടിയതാണോ എങ്ങനെ ചാടി കയറിയെന്നൊക്കെ. ശരിക്കും ആയിരിക്കില്ല. വാഗൊണ്ടുള്ളൊരു കത്തിയാണ്. ഈ ബേസിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊക്കെ ഇതിനകത്ത് ഈ നുണ പറഞ്ഞത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിലും അബദ്ധത്തിലും ചെന്ന് കുഴി ചാടുന്ന ആളുകളായിട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഉണ്ട് ഇതിനകത്ത് ഓരോ പാസ്റ്റ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോരോ മോട്ടീവ് ഉണ്ട്. പലരും പല ലക്ഷ്യത്തിനാണ് ഓരോന്ന് ചെയ്യുന്നത്. ഇവരൊക്കെ ജനുവിൻ ആളുകൾ തന്നെയാണ്. പക്ഷെ ഇവർ ചെന്ന് പെട്ടുപോകുന്ന അബദ്ധത്തിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് കുറേ നുണ പറയും. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ. അതായത് ഇപ്പോൾ ഞാനും ബേസിലിൻ്റെ ക്യാരക്ടറും തമ്മിൽ ഒരു സ്ഥലത്ത് കണക്റ്റ് ആവുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് പിന്നീട് വേറൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടി ബേസിലിൻ്റെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകും. ഞാനും മനോജും കൂടെ ഉള്ള ക്യാരക്ടർ ഞങ്ങൾ പക്ഷെ അത് ചെന്നുണ്ടാവുന്ന വേറെ കുഴപ്പത്തിലേക്ക് അത് പോകുന്നു. അവസാനം നിങ്ങളൊരൊറ്റ ആളാണ് ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ ഇങ്ങനെ ഞാനും ഗ്രേസിൻ്റെ ക്യാരക്ടറും തമ്മിൽ കണക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ ഞങ്ങളെല്ലാം കൂടെ അവസാനം കണക്ട് ചെയ്ത് കൂട്ടിമുട്ടി വന്ന് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു ബ്രില്യൻസ് ഭയങ്കരമാണ്. ഇത്രയും ക്യാരക്ടറുകളെ പല സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഇതിനെ എല്ലാം കൂട്ടിക്കെട്ടി ഓരോന്നിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിംഗ്. അവസാനം ഇടയ്ക്ക് നമ്മൾ ചോദിക്കും നിങ്ങളെവരെവിടെ, ഞങ്ങൾ മറ്റടുത്ത് വരുന്നില്ല. ശരി നീ എന്താ ഇവിടെ, ഞാൻ പറയടോ മറ്റേടോ ശരിയാണല്ലേ. കൺഫ്യൂഷൻ മൊത്തം. ഇവരുടെ കോമ്പിനേഷൻ ഭയങ്കര മനോജേട്ടന്റെ ചിരി കണ്ടപ്പോഴേ തോന്നി സൂപ്പർ സ്റ്റാറിലെ ഏകദേശം അങ്ങനെയൊക്കെ നിൽക്കുന്നതാണ്. ശില്പി ഇച്ചിരി മാർക്കറ്റ് കുറവാണ്. അങ്ങനത്തെ ഒരാളാണ്. ഒരാവശ്യമില്ലാതെ ഒരാളെ പരിചയപ്പെടുക. അവിടെ പോലെ എന്റെ കഷ്ടകാലം എന്താണെന്ന് ഞാൻ പറയുന്നത് എന്താന്ന് പറയില്ല, തൊട്ട് കാണിക്കാം. അപ്പൊ അങ്ങനെയുള്ളൊരു വൻ അബദ്ധത്തിൽ പെടുന്നു. ഇയാള് നുണയൊന്നും പറഞ്ഞില്ല, ജനുവനല്ല, ഇച്ചിരി വളഞ്ഞ വഴിയാണ്. പക്ഷെ അവിടെ പോയി ഇയാള് പെടുന്നു. പിന്നെ അയാളുടെ ജീവിതം തൊലഞ്ഞ് പൊട്ടിച്ചോറായി. ഇവരെയൊക്കെ ഞാൻ പല സ്ഥലത്തൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ പറഞ്ഞ സ്ക്രിപ്റ്റിങ്ങിന്റെ ഒരു ബ്രില്യൻസ് ഒടുക്കത്തെ ബ്രില്യൻസാണ്. ഒരു സ്ഥലത്ത് നമ്മൾ ചിരിക്കാതിരിക്കുക. പഴം പുള്ളിങ് നമ്മൾ രസച്ചരട് പൊട്ടാതെ ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ജിത്തുവും കൃഷ്ണന്മാരും. ഭയങ്കര സാരിക്കും. പിന്നെ ഇരിക്കുന്ന ആളല്ലേ പറയണം. അപ്പോൾ അങ്ങനെയുള്ള രസമുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. ജിത്തുവിനോട് ഞാൻ ഫസ്റ്റ് ടൈമാണ്. അതുപോലെ കൃഷ്ണകുമാറിന്റെ സ്ക്രിപ്റ്റിൽ അധികമാണ്. ബേസിലിന്റെ കൂടെ ഞാൻ ഹോംലി മീൽസ് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ചെറിയൊരു വേഷം, അത്യാവശ്യം കൊള്ളാവുന്ന വേഷമാണ്. അതിനായിരിക്കുന്ന ആ സമയത്ത് എത്ര സിനിമ ചെയ്തു? ഒരു സിനിമ ഡയറക്ട് ചെയ്തു ഇല്ല, അസിസ്റ്റന്റ് ആയിരുന്നു തിരയില്. ഹോംലി മീൽസ് ഞങ്ങൾ ഒരു കോമ്പിനേഷൻ ചെയ്തു. അന്ന് ഒരു ഷോട്ടിൽ അത് ബിബിനാറ്റിലെയും ബേസിലും കൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ചെല്ലുകയും അവിടെ ഞാനൊരു ഡയലോഗ് ഇദ്ദേഹത്തോട് ചോദിക്കുകയും ഇദ്ദേഹം പറയുന്ന ഒരു മറുപടിയാണ്, ചെറിയ മറുപടിയാണ്. അന്ന് ഞാൻ ഓർത്തു
ഒരു ചെറിയ സാധനമാണ്. പക്ഷെ അപ്പൊ ഞാൻ ഡയറക്ടർ പറഞ്ഞു മറ്റേ കക്ഷി ആരാ ആ ബേസിൽ ഇപ്പൊ അപ്കമിങ് ആയിട്ട് വരുന്ന അപ്പൊ കിട്ടിയില്ല. ഭയങ്കര ഒരു ചെറിയ സാധനം ബേസിൽ തകർന്നുള്ള. അപ്പോഴേ ഞാൻ ഓർത്തു അടുത്ത വാഗ്ദാനം മലയാള അതുപോലെ സംഭവിച്ചില്ലേ. ലീഡ് റോൾ ചെയ്യുന്നൊരു സിനിമയിൽ എനിക്ക് വീണ്ടും വേറൊരു സപ്പോർട്ടിംഗ് റോൾ ചെയ്യാൻ സാധിച്ചു. പിന്നെ സിദ്ദിഖായിട്ടും ബൈജുവൊക്കെ ആയിട്ട് വീണ്ടും ഒന്നിച്ചുകൂടെ. ഞങ്ങളൊക്കെ 90s കാലത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ അപ്പം ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളും ചിരിയും ബഹളമായിട്ട് പടത്തിന്റെ കോമഡി അത് വേറെ, ഞങ്ങളുടെ പേഴ്സണൽ കോമഡി അത് വേറെ. അങ്ങനെ ഫുൾ ടൈം കോമഡി ആയിട്ടാണ് ഈ സിനിമ ചെയ്തെടുത്തത്. പാലത്തിലേക്ക് ഇരുന്നിട്ട് ഇവര് കഥയൊക്കെ വലിയൊരു പാലത്തിലേക്ക് നൈറ്റ് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പാലത്തിൽ കസേരയൊക്കെ ഇട്ടിട്ട് ഇവര് പഴയ കോമഡി രാത്രി ഞാനൊക്കെ ഇങ്ങനെ കൊച്ചി തോപ്പുംപൊടി പാലത്തിന്റെ മേലെ കസേരയൊക്കെ ഇട്ടു നമ്മളിങ്ങനെ 90s കഥകളൊക്കെ പറഞ്ഞോണ്ടിരിക്കും. വാവ്, മനോജ് കേരിയൻ, സിദ്ദിഖ്, ബൈജു എന്നൊക്കെ പറയുന്ന ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ കേട്ടോണ്ടിരുന്നു. എന്നിട്ട് ഭയങ്കര രസമായിരുന്നു ഇത്, ഭയങ്കര രസമായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് ഗ്രേസിന്റെ ക്യാരക്ടർ? ഇതില് ട്രെയിലർ കണ്ട സമയത്ത് ആരുടെയും വൈഫാന്ന് മനസ്സിലായി, പക്ഷെ ഇത് ഇയാളുടെ ആണോ വേറെ ആളുടെ ആണോ എന്നൊന്നും മനസ്സിലായില്ല. എന്തോ ഫുൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത് കെട്ടായിട്ട് കിടക്കുന്ന ഒരു സംഭവം. കാവ്യമാധവനെ ആരോ പരിചയപ്പെടുത്തിയപ്പോഴേ, ഒരാളെങ്കിലും പരിചയപ്പെടുത്തി, എന്റെ ഫ്രണ്ട്. അപ്പൊ കാവ്യമാധവൻ ചോദിച്ചു, നിങ്ങൾ ആരുടെയോ മകനല്ലേ ചോദിച്ചു. അതുപോലെ ആയിപ്പോയല്ലേ. ആരുടെയും ഭാര്യ അങ്ങനെയല്ല. ഇതിൽ ഒരാളുടെ ഭാര്യയാണ്. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹ്യൂമറായിട്ട് പോകുന്ന ഒരു ട്രാക്കാണ് എൻ്റെ. പക്ഷെ എൻ്റെ സിറ്റുവേഷൻ ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ അത് ചെന്ന് പെട്ടുപോകുന്ന സാഹചര്യത്തിൽ സിറ്റുവേഷണൽ ഹ്യൂമറായിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ബോൾഡാണ്. എന്തും ആരുടെ മുഖത്ത് നോക്കിയും പറയുന്നൊരു ക്യാരക്ടറാണ്. പക്ഷെ എനിക്ക് കൂടുതലും കോമ്പിനേഷൻസ് വരുന്നത് ബേസിലായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ബേസിയുടെ കൂടെ വർക്ക് ചെയ്യണത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ട്രാക്ക്. ഈവൻ ആസ് എൻ ആക്ടർ നമ്മൾ കൂടെ വർക്ക് ചെയ്യുമ്പം ഭയങ്കര ഒരു വൈബാണ്. അത് ഇൻറ്റൻഷനലി ചെയ്യുന്നൊന്നുമല്ല, അത് അറിയാതെ വരുമ്പോൾ തന്നെ ആ ക്യാരക്ടർ തമ്മിൽ ഒരു സിങ്ക് വരും. ആക്ച്വലി ഇവർ തമ്മിൽ ഒരു സിങ്കും വേണ്ട, ഈ രണ്ട് ക്യാരക്ടർ തമ്മിൽ ഒരു സിങ്കിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആ സിങ്ക് വരുന്നത് കൊണ്ട് തന്നെ ഓരോ ഷോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിങ്ങനെ ബെറ്ററായി സിറ്റുവേഷനിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹ്യൂമർ, നീ അത് പറ ഞാൻ ഇത് പറ, അങ്ങനെ ബിൽഡായിട്ടാണ് വന്നത്. അതിന് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് ചിത്തു ചേട്ടനോടാണ്. കാരണം ആ ഒരു ഫ്രീഡം തന്നു നമ്മളെടുത്ത്. നിങ്ങളത് വേണമെങ്കിൽ പറഞ്ഞോ എന്നുള്ളൊരു ഫ്രീഡം നമുക്ക് തന്നതുകൊണ്ട് ആ ഹ്യൂമറെല്ലാം ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. എല്ലാവരുടെ ക്യാരക്ടറും ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ചില സമയത്തൊക്കെ കിളി പോകും, ഇത് ആരെ എന്താ ഇവിടെ വന്നേക്കണത്, എന്തിനാ, നിങ്ങൾ ഏതാ എന്നൊക്കെ നിങ്ങളെന്താ ഇവിടെ. അയ്യോ, ഇതുങ്ങളുടെ കൂടെ ജീപ്പിൽ കയറി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. അയ്യോ, നമ്മുടെ ജീപ്പിലെ സീൻ ബേസിൽ ഓർമ്മയുണ്ടാവും, ഞങ്ങൾ പെട്ടുപോകുന്നുണ്ട് ജീപ്പിൽ. അപ്പൊ അതിന്റെ കൂടെ മനോജ് ചേട്ടനും ബൈ ചേട്ടനും ഉണ്ട്. സിദ്ദിഖ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, സീനിലില്ല സിദ്ദിഖ്. അതെ. പക്ഷെ പെട്ടുപോയിട്ട് ഞങ്ങൾ ആ ദിവസം ആക്ച്വലി ഞാൻ വിചാരിച്ചത് തീരല്ലേന്നാ. കാരണം അത്ര ഹ്യൂമർ ഇവരുടെ പഴയ എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞ് അവസാനം ഞാൻ സിനിമക്ക് തീരാറായപ്പോൾ ബൈച്ചേട്ടൻ എന്നോട് ചോദിച്ചു, മരിയയുടെ വീട് എവിടെയാ? അപ്പൊ മരിയ തീരാറായി, അവസാന ദിവസം കണ്ടായി. കാക്കനാട് NG ക്വാർട്ടേഴ്സിൽ ഓടിച്ചോണ്ടിരിക്കും ഞങ്ങളിങ്ങനെ ജീപ്പ്. അപ്പോഴും എന്റെ മരിയെന്നൊക്കെ ഞാൻ പറഞ്ഞു, മരിയല്ല, എന്റെ പേര് ഗ്രേസ്. ഗ്രേസോ? അപ്പൊ നിന്റെ പേര് ഗ്രേസോ? ഞാൻ പറഞ്ഞു, ഗ്രേസ്. എന്നാ ഗ്രേസ് അവിടെ ഇരുന്നോ? ഇത്രയും ദിവസം ഞങ്ങൾ അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. പുള്ളി എപ്പോഴാണ് ഓർക്കണേ, കാരണം വെളുപ്പിനെ 4 മണി 5 മണി ഡെയിലി അത്രയും ആവുന്നുണ്ട് നമുക്ക്. അതിന്റെ ഇടയിൽ പുള്ളി പേര് മറന്നു പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ ക്യാരക്ടറും കൂടെ ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? അങ്ങനെ ഒരുപാട് ഫൺ മൊമെന്റ്സ് ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത്. ശരിക്കും എനിക്ക് തോന്നുന്നു സിനിമയിലേക്കാൾ കോമഡി നിങ്ങൾക്ക് ഇവിടെ ലൊക്കേഷനിൽ ഉണ്ടായി. അതല്ലേ സിദ്ദിഖ് ഇടയ്ക്ക് പറയുന്നത്, നമ്മള് അവിടെ ഓരോ സെറ്റിൽ ലൊക്കേഷനിലാണ് ഹ്യൂമർ ഉണ്ടാവുന്നത്. ഓക്കെ, സിനിമയുടെ പേര് നുണക്കുഴി എന്നാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ആരെങ്കിലും നുണ പറഞ്ഞ് പറ്റിച്ചതോ, നിങ്ങളല്ലെങ്കിൽ ആരെങ്കിലും നുണ പറഞ്ഞ് പറ്റിച്ചതായ ബേസിൽ ചേട്ടൻ ഉണ്ടെങ്കിൽ? നുണ പറയാത്ത ആരെങ്കിലും ഉണ്ടോ? പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇവർക്കൊക്കെ ആയിരിക്കും പഴയ ഇഷ്ടംപോലെ കഥകളുണ്ടാവും. സിദ്ദിഖ്ക്കാക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്ക് മറക്കാനാവാത്ത
2 എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഓർമ്മയില്ല അത്. അത് മറന്നു. നാളെ പറയാം. ഞാൻ ഓർത്തിട്ട് നാളെ. അടുത്ത പടത്തിൽ പറയാം. ഓക്കെ, കേട്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിപ്പോയ ഏതെങ്കിലും നുണ പറഞ്ഞ ആൾക്കാരുണ്ടോ? മസ്താനി. ഞാനോ? പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞു. ഞാനിപ്പോ നമ്മളിന്നല്ലേ കാണുന്നേ. അതെ, ഞാൻ പറഞ്ഞ എല്ലാം സത്യം ഇതുവരെ. ശരി, ഓക്കെ. ആ. ഞങ്ങൾക്ക് നുണ പറഞ്ഞു. പറയല്ലേ? മനു ചേട്ടനാണോ? അല്ലല്ല, ഞങ്ങൾ രണ്ടുപേരും വേറൊരാളെ നുണ കേട്ടിട്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. പക്ഷെ അതിവിടെ പറയാൻ അത് പറ്റില്ല. പറയാൻ പറ്റില്ല. എന്നാ ആളെ പറയണ്ട, നുണ പറ. അതും പറയാൻ പറ്റില്ല. അപ്പൊ ആളെ പിടി കിട്ടും. അപ്പം കിട്ടും. ആണോ? പിന്നെ സിനിമയിലുള്ള ആരെങ്കിലും ആണോ? ഇവരാക്കാൻ തോന്നുന്നു. അല്ല, പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അപ്പം പിടിക്കും. നിങ്ങൾ മനസ്സിലാവും. ബേസിലേട്ട് അതല്ല, ബേസിലാണെങ്കിൽ ഞങ്ങളത് പറഞ്ഞത്. ഇത് ഇവിടെ ഇല്ലാത്ത ആളാണ്. അപ്പം നമ്മൾ അയാളെ പറ്റി അങ്ങനെ പറയാൻ പറ്റില്ല. സിനിമയിൽ പൊതുവെ അങ്ങനെയുണ്ട്. ഒരുപാട് പേര് അങ്ങനെ പല പല നുണകൾ പറയും. അത് ആ നുണകൾ നുണയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കും. അത് നമ്മുടെ ലൈഫിലും അങ്ങനെയാണ്. ചില ആളുകൾ വന്നിട്ട് ഇപ്പം നുണ പറയാന്ന് പറയുന്നത് വലിയൊരു തെറ്റായിട്ടല്ല ആളുകൾ പലരും പറയുന്നത്. അത് ബുദ്ധിയായിട്ടാണ് പറയുന്നത്. സത്യം പറയുന്നത് വിഡ്ഢികളുടെ ലക്ഷണവും നുണ പറയുന്നത് ബുദ്ധിയുള്ള ആളുടെ ലക്ഷണമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾക്കും അറിയാം അയാൾ പറയുന്ന നുണയാണെന്ന്. പക്ഷെ കേൾക്കുന്ന ആളുടെ മര്യാദ കൊണ്ട് അത് നുണ പറയലോടൊന്നും പറയില്ല. അങ്ങനെ കേട്ടിട്ട് പോകും. അങ്ങനെയല്ലേ പല ബിസിനസ്സുകാരും പറഞ്ഞ ആള് ഈ നുണകൾ പറയുമ്പോ മിക്കവാറും ഒരുപാട് സിറ്റുവേഷൻ ഞാനും ശ്രദ്ധിക്കൊണ്ടാറുണ്ട്. ഞങ്ങള് ഈ നുണ കേട്ട് പുള്ള മുഖത്ത് കൺട്രോൾ വിട്ട് ഞങ്ങൾ ചിരിക്കും. ഈ ചിരിച്ചാലും പുള്ളി ആ നുണ കംപ്ലീറ്റ് ചെയ്യും. ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. കൺട്രോൾ ഇവിടെ ഇല്ലാത്തോട്ട് പറയാൻ വിട്ടുപോയ നുണ ഇതല്ലേ? പക്ഷേ വേണ്ട. ഭയങ്കര ആയുസായിട്ടോ. അല്ല, ഭയങ്കര ആയുസല്ലേ, മരിക്കുകയില്ല. പേരൊക്കെ മറന്നുപോയിന്ന് പറഞ്ഞു. അല്ല, എന്തൊരു ആയുസാ. ഓ, മരിച്ചിട്ടുണ്ടോ? ഇപ്പൊ പറഞ്ഞോളൂ. ഗ്രേസ് വീട്ടിലിരിക്കുന്നത് അവിടെ നിന്ന് പോയത്. വെറൈറ്റി മീഡിയ. ഇതുപോലെ ഒരു ഓൺലൈൻ ഇന്റർവ്യൂ അലമ്പാക്കിയ ഒരു സംഭവം ഇങ്ങനെയാണ് കളി. സത്യത്തിൽ ഇതിന്റെ കഥയൊക്കെ വരുന്നത് പടത്തിന്റെ പോലീസുകാരനാണ് പതിവ്. ഒരുപാട് പറയാനില്ല. പോലീസുകാരനാണ്. കൊറേ മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണോ? കുറെ മുന്നേ 10-30 വർഷം മുമ്പല്ല. നീ വഴിയൊന്നും മൂത്രം അങ്ങനെ ഒരു സീൻ അയ്യോ, സിദ്ധിക്കുണ്ടായിരുന്നില്ല. എൻജോയ് ക്വാർട്ടേഴ്സിന്റെ അവിടെ മൂത്രം ഒഴിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. തീരണ്ടേ? ഇത് ഓരോന്നോരോന്നിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. ഇപ്പൊ പുള്ളി ആക്ഷൻ പറഞ്ഞിട്ടില്ലേ? മൊത്തത്തിൽ എല്ലാവരോടും വിളിക്കുന്നേ. അപ്പൊ ഒറ്റ അടിക്കാൻ തീരുമല്ലോ അല്ലേ? അല്ല, അവർ റോൾ ചെയ്തോട്ടെ, നമുക്ക് റോൾ ചെയ്യാം. ആക്ച്വലി ചേട്ടനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇവര് രണ്ടുപേരും. ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. എന്താ പറഞ്ഞത്? ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, ആരുടെയെങ്കിലും നുണ കേട്ട് ഇങ്ങനെ ഞെട്ടിപ്പോയി ഇരുന്നിട്ടുണ്ട്. അപ്പൊ അവരിങ്ങനെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. അപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ പറയും. കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയില്ല. അല്ലേ? അത് വേറെ കാര്യം മരിയുടെ കാര്യം പറഞ്ഞില്ലേ? അല്ല, അതാണ് ഉദ്ദേശം. ഞാൻ വിചാരിച്ച നമ്മളെ മൈക്ക് പിന്നെ ഓഫ് ആണല്ലോ. പറയാൻ പറ്റൂടെ? അല്ല, ബൈജുൻ പേര് പോലും പറയണ്ട. അതായത് ഭയങ്കരമായിട്ടുള്ള നുണകൾ പറയണ കേട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോയ ഒരാളുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാനും മനോജും കൂടെ അങ്ങോട്ടും കൂടെ നോക്കി. നമുക്കുണ്ടല്ലോ എനിക്ക് ആളെ മനസ്സിലായി. അതെ, അതാ ഞങ്ങൾക്ക് അറിയാതെ. പുള്ളി ഇന്നും ഉണ്ട്. പറയാൻ പറ്റില്ല. ഓക്കെ. ചേട്ടന് വെളുപ്പിനൊക്കെ ഷൂട്ട് ചെയ്ത സമയത്ത് ഗ്രേസ് ആന്റണീന്റെ പേരൊക്കെ മറന്നുപോയി, മരിയാന്നൊക്കെ വിളിച്ചു. ബാബു ആന്റണി എന്ന് വിളിക്കാറുള്ളത്. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു 6:30 ആകുമ്പോൾ തുടങ്ങും. വൈകുന്നേരം രാവിലെ 6:30 വരെ കാണും. ഒരു രാത്രിയൊക്കെ ഒരുപാട് ഉണർന്നൊക്കെ ഇരിക്കുന്ന ആളാണ് ഞാൻ പൊതുവെ. പക്ഷെ എന്നാലും ഒരു 3:30 ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഔട്ടാവും. പിന്നെ ഡയലോഗ് തെറ്റിക്കുക, പേര് മാറ്റി വിളിക്കുക, ഇതൊക്കെയാണ് പ്രധാന പരിപാടികൾ. നമ്മൾ അറിഞ്ഞോണ്ടല്ല കേട്ടോ, അറിയാതെ സംഭവിക്കുന്നത്. ആ ഒരു ക്ഷീണത്തില് എല്ലാ ദിവസവും തന്നെയല്ലേ 10-40 ദിവസം ഒരു രാത്രി നടക്കുന്ന കഥയല്ലേ.
അല്ലേ? ഒരു ഡേ ഉണ്ട്, ഇച്ചിരി ഡേ ഉണ്ട്. അല്ല ഇച്ചിരി രാത്രി ഉണ്ട് ഇച്ചിരി രാത്രി. ഉണ്ട്. പാതിരാത്രി, പാതിരാത്രി. ആ പകല് ഡേയിലാണ് തുടങ്ങുന്നത്. ഡേയിൽ തുടങ്ങും. ഡേയിലൊരു വൈകുന്നേരം തുടങ്ങും. ഓ വൈകുന്നേരം. ഒരു ചെറിയ അതിൽ നീ ഇങ്ങനെ കാണിക്കാൻ നിങ്ങൾ ഇതാണ് സിനിമ തുടങ്ങുന്നത്. ഞങ്ങളാണ് തുടങ്ങുന്നത്. നിങ്ങൾ ഫോൺ അടിച്ചുള്ള സീനിലാണ് ജീവിതത്തിൽ ഫോൺ അടിക്കാത്ത ആളാണ്. ഓക്കെ, അതിൽ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അവന്റെ മുഖത്ത് ഒരു കള്ള ലക്ഷണം ഉണ്ടെന്ന് പോസ്റ്ററിൽ. അത് ചേട്ടൻ ചേട്ടന്റെ ക്യാരക്ടറിനെ നോക്കി പറയുന്ന ഡയലോഗാണോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ബൈച്ചേട്ടൻ്റെ കഥ പോലെ അറിഞ്ഞോളൂ. അതെ, കുറച്ച് ദിവസങ്ങൾ മാസങ്ങളായില്ലേ. നമ്മൾ എന്താ പറയുന്നത്? കുട്ടി എന്താ ചോദിച്ചു? അല്ല ഇത് കണ്ട ഈ പോസ്റ്ററിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പോഴല്ലേ കാണുന്നത്. ഇത് നമ്മൾ ലെവന്റെ ലെവനെ കണ്ടിട്ട് ഉടായിപ്പാണ്. ഇത് ലെവൻ അത് ഉറപ്പല്ലേ? ഇനിയിപ്പോ കഥാപാത്രമാണ്. ജീവിക്കായിരുന്നു ബേസിൽ ചേട്ടന്റെ ക്യാരക്ടറായിട്ട്. ബേസിൽ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും ജീവിക്കുകയാണ്. അതിപ്പോ ബേസിൽ മാത്രമല്ലേ? എല്ലാരും ഓക്കെ, ഞാനേ ചെറിയൊരു സെഗ്മെന്റ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അത് കേൾക്കുമ്പോ ആദ്യം ആരെയോ ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ മതി. തന്നെ ഓർമ്മയില്ല. നന്നായിട്ട് നുണ പറയുന്ന ആൾ ഈ കൂട്ടത്തിലോ? ഈ കൂട്ടത്തിലോ അല്ലെങ്കിൽ വേറെ പുറത്തോ? വീണ്ടും അതിലേക്ക് അതിന് ഉത്തരം കൊണ്ടേ പോവുള്ളൂ. നമുക്ക് ജന്മന കിട്ടുന്ന ഒരു സ്വഭാവമാണ്. ഒരു സിദ്ധിയാണത്. അതെ, എനിക്ക് ഞങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരാളുണ്ട്, പക്ഷെ ഞങ്ങൾ പറയില്ല. എന്ത് അത് അവർക്ക് വിഷമായാലോ? ഒരു ക്ലൂ ബേസിൽ ചേട്ടൻ പറ. എനിക്കറിഞ്ഞൂടാ. അറിയൊക്കെ ചെയ്യാൻ പറയില്ല. ഓക്കെ, അടുത്തത് അല്ല, ബേസിൽ നിന്ന് അറിയാൻ വഴിയില്ല. നമുക്ക് മൂന്നവർക്ക് അറിയാം അല്ലേ? ആളെ അറിയാം എനിക്കിപ്പോ. അപ്പൊ നിങ്ങളുടെ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എങ്ങനെ അല്ലെ? നിങ്ങളുടെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ഒരു മസ്താനി സെഗ്മെന്റൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ആളാണ്. ഞാനൊന്ന് ആലോചിച്ചു നോക്ക്. ഗെയിമൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ബൈച്ചേട്ടൻ. എന്റെ ദൈവമേ. അടുത്ത് ചോദിക്കട്ടെ. ആദ്യത്തെ ഉത്തരം കിട്ടി. ഇല്ല, പിന്നെ രണ്ടാമത്തിലോട്ട് പോകുന്നു. പറയുന്നില്ലല്ലോ, ഒരു പേരങ്ങ് പറ. നമുക്കത് പറയാൻ പറ്റില്ല അല്ലേ? അത് പറയാൻ പറ്റില്ല. ഒരു കാര്യം, പുറത്തുള്ള ഏതെങ്കിലും ഒരാളുടെ പേര് നിനക്കാണ് കൂടുതൽ അറിയാം. അല്ല, ഇയാൾ പറഞ്ഞൊരു നുണ പറയാം. ഓക്കെ, ഒരു ഇൻസിഡന്റ് ആലോചിച്ച പറയാം. ഒരിക്കൽ നമ്മളൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഇദ്ദേഹം വേറെ സ്ഥലം വരെ പോവുക. അപ്പോൾ എനിക്കിന്നിങ്ങനെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുക എന്ന് ചോദിച്ചു. അപ്പോൾ മോഹൻലാലൊക്കെ ഉണ്ട്. മോഹൻലാൽ ചോദിച്ചു, എവിടെയാണ് ഫ്രണ്ട്? ആ ഫ്രണ്ട് ഇന്ന സ്ഥലത്താണ്. അപ്പോൾ ഫീമെയിലാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ പറഞ്ഞ? ഞങ്ങൾ കുറച്ചാൾ മുമ്പ് അറിയാം. അപ്പോൾ ഫ്രണ്ട് കല്യാണം കഴിച്ചതാണോ? ആ കല്യാണം കഴിച്ചാൽ ഹസ്ബൻഡ് ഗൾഫിലാണ്. ആ ശരി, അപ്പോൾ എന്നാൽ പോയിട്ട് കണ്ടിട്ട് നാളെ വരും എന്ന് പറഞ്ഞാൽ അന്ന് പോയി. പുള്ളി പിറ്റേ ദിവസം വന്നു. അപ്പോൾ ഞാനും മോഹൻലാലും കൂടെ ഇന്നിങ്ങനെ വർത്താനം പറയുമ്പോൾ ആ സിനിമയുടെ ഡയറക്ടർ വന്നു. ഡയറക്ടർ വന്ന് ഇയാളോട് ചോദിച്ചിട്ട്, ഇന്നലെ എവിടെയായിരുന്നു? അപ്പോൾ ഇന്നലെ എറണാകുളത്ത് പോയതാ. അപ്പോൾ മോഹൻലാൽ പറഞ്ഞു, പുള്ളി ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ എന്ന് പറഞ്ഞു. അപ്പോൾ ഓ, ഗേൾ ഫ്രണ്ടാണോ? ഗേൾ ഫ്രണ്ടാ. കല്യാണം കഴിച്ചതാ? ആ കല്യാണം കഴിച്ചതാ. ഹസ്ബൻഡ്? ഈ പുള്ളി പറഞ്ഞു, ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ ഇന്നലെ പറഞ്ഞോളൂ ഗൾഫിലാന്ന് പറഞ്ഞോളൂ. അപ്പോൾ പെട്ടെന്ന് മോഹൻലാൽ ചോദിച്ചു, അല്ല ഇന്നലെ പറഞ്ഞത് ഗൾഫിലാണെന്നല്ലേ? അതെ, ഗൾഫിൽ വെച്ച് മരിച്ചു. ഗൾഫിൽ വെച്ച് മരിച്ചു. അങ്ങനെ ഇങ്ങനെ പറയണ അവരാണ്. അല്ലാണ്ട് ഇയാൾ പറഞ്ഞ നോണ നമുക്ക് പൊളിക്കാനൊന്നും പറ്റില്ല. അതിന്റെ അപ്പുറത്തെ പറഞ്ഞു വരുന്ന ചിരിച്ചാലും പുള്ളി അതൊക്കെ അതിന്റെ അപ്പുറത്ത് പുള്ളി അത് പറഞ്ഞു. ഞങ്ങൾ കേട്ടിട്ട് പുള്ളിയെ കളിയാക്കി കൺട്രോളിലോട്ട് ചിരിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കണ്ടാലും പുള്ളി നോണ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യും. അതാണ് പുള്ളിയുടെ കഴിവ്. പൊളിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. ഓക്കെ, ആൻസർ കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു നുണയനാണെന്ന്.
മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഐ മീൻ അങ്ങനെയല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോലെ പറഞ്ഞോളൂ. മോൻ കണ്ടാൽ നുണയനാന്ന് തോന്നുന്നു. അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. മുഖം കണ്ടാൽ എങ്ങനെ മുഖം കണ്ട ഒരാൾ ഫ്രോഡാണോ എല്ലാം തിരിച്ചറിയാൻ പറ്റും കുറച്ചൊക്കെ. പറ്റും. നുണയനാണെന്ന് പറയാൻ പറ്റില്ല. അത് അടുത്ത് ഇടവഴിയാലേ മനസ്സിലാവും അല്ലേ? മസ്താനെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവണില്ല. ഒരു നിഗൂഢതയാണ്. നമുക്കത് തിരിച്ചറിയാനുള്ള കഴിവില്ല. ശരി, മൂന്നാമത്തത് ആക്ച്വലി മൂന്നാണ് വേറെ ചോദിക്കാം. നുണ എന്താന്ന് പോലെ അറിയാത്ത ഒരാള്. ഞാൻ ഈ കൂട്ടത്തിൽ ഞാൻ അല്ല നീ എന്നോട് പലവട്ടം കള്ളം പറഞ്ഞു. ഇപ്പൊ രണ്ടുത്തരം കിട്ടിയില്ലേ? നേരത്തെ ചോദിച്ച ഇവനെ സംബന്ധിച്ച് ഇവന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും കള്ളം പറയുന്ന ഒരുത്തനാണ് അവന്റെ സ്വന്തം കാര്യത്തിൽ. ഞാൻ പറയാം, അത് ജനങ്ങൾക്കും അറിയാം. എനിക്കറിയില്ല. അല്ല ഇപ്പൊ ശരിക്ക് എന്താന്ന് പോലും അറിഞ്ഞുകൂടാത്തത് ആരാ ഉള്ള ഈ കൂട്ടത്തിൽ? ഗ്രേസ്. ഇല്ല, ഫസ്റ്റ് കൈ നോക്കിയത് മനോജാണ്. ഞാൻ രണ്ടുപേരുടെ ഇടയിലുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നുണ പറയണ ആരാണെന്ന് മനസ്സിലായില്ലേ ഇപ്പൊ? ഏത് നുണയും വിശ്വസിക്കുന്ന ഒരു പാവം ഞാൻ. അതെങ്ങനെ എനിക്കിതാ? ഞാൻ സത്യം പറഞ്ഞാലും വിശ്വസിക്കില്ല. പിന്നെ ലാസ്റ്റ് നുണക്കുഴിയിലെ നുണയനാരാ? ഞാൻ നുണയനല്ല. ഏറ്റവും വലിയ പെരുന്നുണ എന്തായിരിക്കും? എന്റെ കൂടെ കൂടിയിട്ട് എന്തൊക്കെ നുണ പറയുന്നുണ്ട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ. ഞാൻ നുണയല്ല പറഞ്ഞ, ഞാൻ എന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അല്ല അതാണ് നുണ. ഞാൻ പറയുന്നില്ല, സിനിമയിൽ ഞാൻ നുണ പറയുന്നില്ല. ഞാൻ മാത്രം പറയും. ഇപ്പൊ ഒരു തീരുമാനം. ആക്ച്വലി ആക്ച്വലി അല്ല, ആക്ച്വലി ഉണ്ടല്ലോ. ആക്ച്വലി ഉണ്ടോ? പറയാം. ഇനിയും വരും. ഇനി ആക്ച്വലി ഉണ്ടോ? തുടങ്ങിക്കോ. ഓക്കെ. ശരിക്കും ആക്ച്വലി ഉണ്ടോ? ഇല്ല, ഇല്ല. ഉണ്ടായിരുന്നു. പോട്ടെ. പോയി. ഓക്കെ. ഇല്ല. വീണ്ടും വന്നില്ലേ? Actually ബേസിൽ ചേട്ടനെ കുറിച്ചിട്ട് അത് പലരും നുണ പറയുന്ന കേട്ടിട്ടുണ്ട്. തുടങ്ങണ എങ്ങനെയാണെന്ന് അറിയുമോ? സത്യം പറഞ്ഞ നുണ തുടങ്ങണത്. എന്നോട് നുണ പറഞ്ഞു കഴിഞ്ഞ ആ ഒരു നുണ കാരണമാണ് ഞാൻ ഏറിപ്പോയത്. ശരിയാ, ഏറ്റവും വലിയ നുണയെ ഞാൻ ബേസിൽ ചേട്ടനെ പറയും. എന്നോട് പബ്ലിക്കായിട്ട് ഇന്റർവ്യൂല് അത് കാരണം ഞാൻ ഏറിപ്പോയിട്ടുണ്ട്. അപ്പം എന്റെ ആൻസർ ബേസിൽ ചേട്ടനാണ്. ആക്ച്വലി ബേസിൽ ചേട്ടന്റെ ഒരു വീഡിയോ, നമ്മള് ചേട്ടനെ സ്നേഹിക്കുന്ന ഒരുപാട് ആരാധകർക്ക് ഭയങ്കര വിഷമത്തോടു കൂടി ഏറ്റെടുത്ത ഒരു വീഡിയോ ആണത്. കാണിച്ചു. എന്തെങ്കിലും ഞാൻ ബേസിലിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഏതാടാ ഇവനോടൊന്ന് പറഞ്ഞു കൊടുക്കുക. അത് ആ കാലം സീസൺ കഴിഞ്ഞു. ബേസിലും ഞാൻ തമ്മിലുള്ള സീസൺ ഓവർ. ഇവനെ കൊണ്ടുള്ള ഇന്റർവ്യൂ കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇവനില്ലാത്തതിന് ഇവൻ തന്നെ വന്ന. ഞാൻ ഒരു അക്ഷരം അവരെ കുറിച്ച് പറയും. വേറെ കാച്ചു തിരിച്ചു. ആക്ച്വലി നാളെ ഇന്റർവ്യൂ ഉണ്ട് ധ്യാൻ ചേട്ടനായിട്ട്. നാളെ ധ്യാൻ ചേട്ടനായിട്ട് ഇന്റർവ്യൂ ഉണ്ട്. അവൻ എന്ത് ഇന്റർവ്യൂ ഉണ്ട്? എന്റെ ഈ ഷോക്ക് പേരിട്ടത് ധ്യാൻ ചേട്ടനാ. അപ്പം നാളെ 1 വർഷം ആകും ഈ ഷോ. അപ്പം നാളെ സീസൺ 2 സ്റ്റാർട്ട് ചെയ്യാണ്. അതും ധ്യാൻ ചേട്ടനെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു മറുപടി, ഒരു ചോദ്യം കൂടി ചോദിച്ചാ എനിക്ക് ധ്യാൻ ചേട്ടൻ നാളെ കാണിച്ചു കൊടുക്കും. ഞാൻ ഇല്ല, ഇപ്പൊ വൈചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ എല്ലായിടത്തും വന്നിട്ട് ബേസിൽ ധ്യാൻ ശ്രീനിവാസൻ യുഗം അവസാനിച്ചു. അത് ഞങ്ങൾ ഫാൻസിന് വളരെ വിഷമമാണ്. സീരിയസ് ആണോ ആഗ്രഹമുണ്ടോ? ആക്ച്വലി എന്തായിരുന്നു? ആക്ച്വലി പറയും എന്തെങ്കിലും. ആ യുഗം അവസാനിച്ചു. ആ യുഗം തുടങ്ങണേ ഉള്ളൂ. പിന്നല്ലേ ഉത്തരം കിട്ടി. അതെ, ഗ്രേസിനെ കൊണ്ട് ഗ്രേസ് ഒരു ഭാഗം പറയുന്നില്ല. ആ ഗ്രേസിനോട് ചോദിക്കാൻ എനിക്ക് ഇപ്പൊ ഞാൻ ഭയങ്കര ഈ ഇന്റർവ്യൂല് തന്നെ ഇപ്പം ഇത്രയും ലൊക്കേഷൻ ഐ മീൻ ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ.
അപ്പം ഈ ചില കഴിഞ്ഞ സുരാജേട്ടന്റെ കൂടെ മറ്റേ സീൻ ചെയ്തില്ല ഇങ്ങനെ ഇഷ്ടമാണെന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആ സീൻ ചെയ്തപ്പോ തന്നെ സുരാജേട്ടന്റെ ചിരി കാരണം ഭയങ്കര ബുദ്ധിമുട്ട് ആക്ട് ചെയ്യാന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഇവരുടെ കൂടെ അഭിനയിച്ചപ്പോ അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നോ? കുറെ അല്ല, ബുദ്ധിമുട്ടെന്നല്ല ഉദ്ദേശിച്ചത്. നമ്മളത് ചിരിച്ച് വരുമ്പോ നമുക്ക് നമ്മളിപ്പോ എഫേർട്ട് എടുത്തിട്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പം ആ ഒരു ചിരി പ്രതീക്ഷ തന്നെ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ കൂടെ നിൽക്കുന്ന ആളുടെ ആ ഒരു എന്താ പറയാ, അയാൾക്ക് ആ ചിരി അപ്പം അത് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സമയം എടുക്കും ആ ടേക്ക് ഒന്ന് കഴിഞ്ഞ് പോവാൻ. അല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും ടേക്ക് വീണ്ടും. ഒരു ടേക്ക് തീരേണ്ട കാര്യം ചിലപ്പോൾ ഒരു 5 ടേക്കിനൊക്കെ പോകും. അത് സുരാജേട്ടൻ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഹ്യൂമർ എൻജോയ് ചെയ്യുന്ന ആളായതുകൊണ്ട് അങ്ങനെ ചിരിച്ചു പോകുന്നതാണ്. അതാണ് അവിടെ സംഭവിച്ചത്. അല്ലാണ്ട് ഞാനതൊരു പ്രശ്നമായിട്ടല്ല പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവും. ഞാനും മനോജും കൂടെ ചിരിച്ച് എത്രയോ ടേക്ക് പോയ സിനിമകളുണ്ട്. ഷാജി കൈലാസും കൂടെ കണ്ടാലേ ഞാൻ ഇവനുള്ള സിനിമയിൽ കഴിയുന്നത് ഞാൻ അഭിനയിക്കാറ്. ഡയറക്ടർ വാരി എന്ത് പറഞ്ഞാലും ചിരിക്കുന്നത്. നീ ഇരിക്കല, ഞാൻ ആദ്യം നീയാണ് തുടങ്ങുന്നത്. ഭീഷ്മാചാര്യ അല്ല അങ്ങനെ വിനീത് എന്റെ മുമ്പിൽ നിൽക്കല. ആ തെലുങ്ക് പടത്തിന് പോയി, സർഗത്തിന് റീമേക്ക് ചെയ്യാനായിട്ട് തെലുങ്കിൽ അവിടെ വിജയവാഡയിൽ പോയി. ട്രെയിനിൽ നിന്ന് ഇവൻ എൻ്റെ അടുത്ത് കൈയും കാലം പിടിക്കാം, പ്ലീസ് തെലുങ്കാണ്, നമ്മൾ മലയാളത്തിൽ നിന്നിട്ട് ചിരിയാണ്, ഏമണ്ടി കൂമണ്ടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിരിക്കല്ലേ, നമ്മൾ ക്ലോസപ്പ് കോമ്പിനേഷൻ കാണും, നിങ്ങൾ എൻ്റെ തലേ കഴിവ് സത്യം ചെയ്യും പ്ലീസ്. അങ്ങനെ സീരിയസ്ലി കൊച്ചു പിള്ളേരൊക്കെ പറയില്ല, അതുപോലെ ഞാൻ അവൻ്റെ തലേ ഇനി ഞാൻ ചിരിക്കണം, നീ എനിക്ക് വാക്ക് പറഞ്ഞ് വാക്കൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവൻ ഭീകര ചിരിക്കാരനാണ്, അവനാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ ചിരിക്കാരൻ. ചേട്ടാ ഇപ്പൊ 43 years സിനിമ ഇൻഡസ്ട്രിയില്. ഇനി എന്റെ നോക്കിട്ട് കയറി സീനിയർ മോസ്റ്റ് ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും സീനിയറാണ്. അതിലൊന്നും കാര്യമില്ല. ഇപ്പൊ നിലവിൽ എന്താണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനെ പറ്റി ചോദിക്കും. അല്ല, 43 വർഷം സിനിമ ഇൻഡസ്ട്രിയില് ഒരുപാട് ആഗ്രഹിച്ചിട്ട് എത്തിയ ഒരു ഫീൽഡാണല്ലോ. ആരാഗ്രഹിച്ചു? ആ സമയത്ത് ആഗ്രഹിക്കുമ്പോ ബൈജു ആ ദാസേട്ടനെ കണ്ട കഥ ഒന്ന് പറ. എനിക്കത് അറിയാം. എനിക്കറിയില്ല. എത്ര പ്രാവശ്യം കേട്ടോ. ഇല്ല, എനിക്ക് ചോദ്യം മറന്നുപോയി. ആക്ച്വലി ചോദിക്കാനുള്ള ചോദിക്കും. അപ്പം 43 വർഷത്തെ സിനിമാ ജീവിതം, കൊറേ സിനിമകളൊക്കെ ചെയ്തിട്ടില്ലേ ചേട്ടാ? ഇങ്ങനെ റിപ്ലൈ തന്നാലേ ഇവരതെടുത്ത് ട്രോളാക്കിട്ട് ഞാൻ കയറിപ്പോവും ചേട്ടാ. ചോദ്യം ആദ്യം ചോദിക്കും. അപ്പൊ ഇത്രയും നാളത്തെ ഈ ഒരു ജേർണിയില് എന്തൊക്കെ ലെസൺസ് പഠിച്ചിട്ടുണ്ട്? നമ്പർ 1 ഒരു വകയും പഠിച്ചിട്ടില്ല. 43 വർഷമായിട്ട് പഠിക്കാതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ദാസേട്ടൻ പറഞ്ഞ പോലെ ദാസേട്ടനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ചെറിയ പയ്യനാ, ദാസേട്ടൻ വിളിച്ചു പറഞ്ഞു, ദാസേട്ടൻ കണ്ടിട്ടുണ്ടല്ലോ സിനിമയിലൊക്കെ, ബൈജു ഇവിടെ വന്നേ, എന്ത് വഴിയിലൊക്കെ വന്നിരിക്കുന്നത്, വീട്ടിൽ പോയിരുന്ന് എന്തെങ്കിലും പഠിക്കും. അപ്പോൾ ദാസേട്ടനോട് പറഞ്ഞു, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു, എനിക്കിനി ഒന്നും പഠിക്കാനില്ല, ഞാൻ എല്ലാം പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ 8-9 വയസ്സുള്ള സമയത്താണ് ഈ പറഞ്ഞത്. 10 വയസ്സുള്ള സമയത്താണ് ദാസേട്ടനോട് പറഞ്ഞത് ഞാൻ എല്ലാം പഠിച്ചു. ആ ആളോടാണ് ഇപ്പൊ ചോദിക്കണത് എന്ത് പഠിച്ചു. പുള്ളി അന്നേ എല്ലാം പഠിച്ചിട്ട് വന്ന ആളാ. മസ്താനിക്ക് ആളെത്ര പരിചയമില്ല. ഇത്തരത്തിന് മുമ്പ് പരിചയമില്ലാന്നു 10 തലയാ. ചേട്ടാ മനോജ് ചേട്ടനോട് ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് ക്യാപ്ഷൻ ഇട്ടത് നമ്മുടെ ബിലാൽ അറിയാണ്ട് എഡി ജോൺ ഒരു കുളിക്കിറങ്ങി എന്ന് പറഞ്ഞിട്ട്. സമയത്ത് ബിഗ് ബിയുടെ ഷൂട്ടിങ്ങിനിടയിൽ കമാരക്കടവില് കുളിക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്താണ്. ഇനി ബിലാൽ 2 എന്താ ചോദ്യം? എന്താണ് അതാ ചോദ്യം? നമ്മുടെ ബിലാലിനോട് ബിലാൽ 2 അയ്യോ എഡി ജോണിനോട് ചോദിച്ചാൽ അറിയാം. തീ പറക്കൂടെ എന്തെങ്കിലും പറയാൻ പറ്റും? എനിക്കൊന്നും അറിയില്ല. ചേട്ടനുണ്ടോ? അത് തുടങ്ങേണ്ട ആ വിധിയുണ്ട്, ആ സമയത്ത് തുടങ്ങും. അങ്ങനെ പ്ലാനൊക്കെ ഉണ്ട്, അതെപ്പം എങ്ങനെ ഒരു പിടിയില്ല. ഇത് ആ സമയത്ത് അതിന്റെ ആ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് അവിടെ പോയി ഞങ്ങളെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ എടുത്ത നമ്മുടെ ഷാനി എടുത്ത പടം. സാധാരണ നമ്മള് ആൾക്കാര് കുറച്ച് നല്ലത് പറയുന്നത് കേൾക്കാനാണല്ലോ ഇഷ്ടപ്പെടുന്നത്. അപ്പം ഒരു ഇന്റർവ്യൂല് എന്നെയാണ് നോക്കല, എനിക്ക് ചിരി വരും. ഒരു ഇന്റർവ്യൂല് ഇക്ക പറയണ്ടായിരുന്നു, എനിക്ക് എന്റെ കുറവുകൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതെന്താ അങ്ങനെ? കുറവുകളാണ് കൂടുതലുള്ളത്, അതുകൊണ്ടാണ്.
സീരിയസ് ആണ്. സാധാരണ ആളുകൾ അങ്ങനെ പറയാറില്ല. ചിലപ്പോൾ നമ്മളോട് ഒരു കുറവോ അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിമർശിക്കുന്ന നമ്മളൊരു മൈനസ് ചൂണ്ടിക്കാണിച്ചാൽ നമുക്കത് കറക്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത് കാരണം അത് കേൾക്കാൻ ഇഷ്ടമാണ്. അല്ലാതെ ഒരുപാട് നല്ലത് അങ്ങനെ പറയണമെന്നില്ല, കുറവുകൾ കേൾക്കാനും ഇഷ്ടമാണ്. കുറവുകൾ മാത്രം പറയുന്നത് കേൾക്കാൻ ഇഷ്ടമാണ്. എന്നാലും കുഴപ്പമില്ല, കേട്ടിട്ട് പോകാമല്ലോ. ഒരു ഫോട്ടോ കൂടി കാണിച്ചതാ. ഈ ഒരു ഫോട്ടോ വിജയ് സാറും സിദ്ദിഖ് ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്നു എന്നൊക്കെ റൂമർ. ശത്രുക്കൾ പോലും പറയില്ല ഇല്ല, അങ്ങനൊരു ആലോചന പോലും ഇല്ല. ആരും അങ്ങനെയുള്ളൊരു ആരുടെയും മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ഇനി വേണേൽ സംഭവിക്കാം. വിജയ് പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല. വിജയ് അഭിനയം നിർത്തി. ലാസ്റ്റ് അതായത് എൻ്റെ ഏതൊരു പടം വിജയിച്ചപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പടം വിജയും കണ്ടു എന്ന് പറഞ്ഞിട്ടിട്ടതാണ്. വിജയ് അതെ, വിജയ ചിത്രം. വിജയ് ഫോട്ടോ കിട്ടുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വിജയ് ചിത്രം. ആക്ച്വലി ആക്ച്വലി കഴിഞ്ഞില്ല, പരിപാടി കഴിഞ്ഞില്ലേ? ഞാൻ കുറെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. കാരണം നിങ്ങൾ ഒരുപാട് കോണ്ടന്റ് തന്നതുകൊണ്ട് ഞാൻ അതിൽ സംതൃപ്തയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നുണക്കുഴിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു ബജു ചേട്ടാ. ഇടയിലാണെങ്കിലും കയറി വന്നാൽ ഞങ്ങൾ വരാറുള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.